ആലുവ UC കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മാനേജ്മെന്റ് അനുമതിയില്ലാതെ ഗാനമേള നടത്തിയെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രിൻസിപ്പലിന്റെ റൂമിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിൻ, എന്താണ് ആലുവ UC കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് കോളേജ് അധികൃതരുടെ വിശദീകരണം? ഒപ്പം വിദ്യാർത്ഥികൾ എന്താണ് പറയുന്നത്? ലക്ഷ്മി, കഴിഞ്ഞ 2 ദിവസമായി UC കോളേജിൽ ചില പ്രോഗ്രാമുകൾ നടന്നിരുന്നു. അതിൽ ഗാനമേള ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളുടെ ആക്ടിവിറ്റീസും അവിടെ നടന്നിരുന്നു. ഇതിൽ മാനേജ്മെന്റിന്റെ അനുമതി വാങ്ങിയില്ല ഗാനമേള നടത്താൻ. ഒപ്പം തന്നെ ഹോസ്റ്റലിൽ നിന്നും, വനിതാ ഹോസ്റ്റലിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്തതും മാനേജ്മെന്റിന്റെ അനുമതി ഇല്ലാതെയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് 10 വിദ്യാർത്ഥികളെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. ആ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം UC കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം ഇതാണ്. അതായത് വിദ്യാർത്ഥികൾ യാതൊരു വിധത്തിലുള്ള അനുമതിയും വാങ്ങിയിരുന്നില്ല. ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ സാധാരണ അനുമതികൾ വാങ്ങേണ്ടതാണ്. മാത്രമല്ല, ഭക്ഷണ വിതരണം നടത്തിയതിനും അനുമതി വാങ്ങിയില്ല എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്നത് കൃത്യമായ അനുമതി വാങ്ങിയതിനു ശേഷമാണ് പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചത്. പക്ഷേ മാനേജ്മെന്റ് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പല ഘട്ടങ്ങളിലും മാനേജ്മെന്റ് യൂണിയനും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളോട് ആ രീതിയിലാണ് മാനേജ്മെന്റ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.